രാഷ്ട്രമില്ലാത്ത സ്വന്തം രാഷ്ട്രമില്ലാത്ത ഭരണമില്ലാത്ത നിയമങ്ങളില്ലാത്ത നാടുകളിലെ മാർഗം എന്താണ്? സഹനത്തിന്റെയും ക്ഷമയുടെയും മാർഗമാണ്. എന്താണ് പ്രശ്നം? മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, അവരാക്രമിക്കപ്പെടുന്നു, അവർ മർദ്ദിക്കപ്പെടുന്നു. ശരിയാണ്. എന്താ അതിന്റെ പരിഹാരം? തിരിച്ചങ്ങോട്ടും അതേപോലെ അക്രമത്തിന്റെയും ഭീകരതയുടെയും ജാതീയതയുടെയും വർഗീയതയുടെയും മാർഗം അവലംബിച്ചാൽ എന്താ ഉണ്ടാകാൻ പോകുന്ന ഗുണം? ഇസ്ലാമിക പ്രബോധനം വളരുമോ? ഇസ്ലാമിക സമൂഹത്തിലെ മെമ്പർമാരുടെ എണ്ണം കുറയോ കൂടുവോ? പൊന്നാട് പ്രശ്നമുണ്ടായി, ആളെ കൊന്നതിന് പ്രശ്നം, ഒരാൾ കൊല്ലപ്പെട്ട പ്രശ്നം, അതിന് പകരമായി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി. നൂറുകണക്കിന് വീടുകളിൽ കുഴപ്പമുണ്ടായി. അപ്പോ നേതാക്കന്മാർ പറഞ്ഞു, തീവ്രവാദി നേതാക്കന്മാർ പറഞ്ഞു ക്ഷമിക്കണം. ആ ക്ഷമ ആദ്യം നടത്തിയിരുന്നെങ്കിൽ ഒരു പ്രശ്നമേ ഉണ്ടാകുമായിരുന്നുള്ളൂ. നൂറുകണക്കിന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ്. മാറാട് 7 ആളുകളെ കൊന്നപ്പോൾ പകരം 7 ആളുകളെ കൊന്നു. ആരാണ് കൊന്നത്? ആരെയാണ് കൊന്നത്? ഈ ആളാണ് തെറ്റ് ചെയ്തതെന്ന് ആരാണ് പറഞ്ഞത്? ഈ ആളാണ് കുറ്റം ചെയ്തതെന്ന് ആരാ പറഞ്ഞത്? ഈ ആളാണ് കുറ്റം ചെയ്തത് ആരാണ് തെളിയിച്ചത്? ഈ ആളുകളാണ് കുറ്റം ചെയ്തതെന്ന് ആരാണ് തെളിയിച്ചത്? തെളിയിക്കേണ്ടത് ആരാണ്? ഞാൻ പറയുക നിങ്ങളാണ് കൊന്നത്, അങ്ങനെ ഞാൻ നിങ്ങളെ കൊല്ല. നിങ്ങൾ പറയാൻ ഞാനാ കൊന്നത്, നിങ്ങൾ എന്നെ കൊല്ലാൻ വരിക. ഇതാണോ നിയമം? അല്ല. കട്ടവന്റെ കൈമുറിക്കണമെന്ന് ഖുർആനിലില്ലേ? ഉണ്ട്. കട്ടാൽ കൈമുറിക്കുവോ? തീവ്രവാദി സുഹൃത്തുക്കൾ ചിന്തിക്കുക. കട്ടവന്റെ കൈമുറിക്കാത്ത, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലാത്ത എന്നൊക്കെ പറയുന്നു ജമാഅത്തെ ഇസ്ലാമിക്കാരും LDF-കാരും. ശരിയാണ്. നിങ്ങളുടെ വീട്ടിൽ മോഷണം നടന്നു, നിങ്ങളുടെ മകൻ നടത്തി. കയ്യില്ലേ? ഉണ്ട്. കത്തിയില്ലേ? ഉണ്ട്. നിങ്ങളെ കയ്യിൽ നെല്ലില്ലേ? ഉണ്ട്. എന്താ മുറിക്കാത്തത്? മറ്റുള്ളവരെ തല്ലാൻ മാത്രമാണോ ഇസ്ലാം മതം? ശരി. മാറാട് അങ്ങോട്ട് തിരിച്ചും കൊന്നു. എന്നിട്ടോ 1400 വീടുകൾ ഒഴിഞ്ഞു കിടക്കുന്നു. എന്താ പരിഹാരം? എന്ത് ഗുണമുണ്ടായി? ഇസ്ലാമിക സമൂഹത്തിന്റെ 2 ലക്ഷ്യം: ഒന്ന് ഇസ്ലാമായി ജീവിക്കുക, രണ്ടാമത്തെ ലക്ഷ്യം ഇസ്ലാമിക പ്രബോധനം നടക്കുക. മാറാട് ഇസ്ലാമിക പ്രബോധനം നടക്കുന്നുണ്ടോ? തൗഹീദി പ്രബോധനം നടക്കുന്നുണ്ടോ? ഇല്ല. എന്താണ് നേട്ടമുണ്ടായത്? രാജ്യത്തിന്റെ നാനാഭാഗങ്ങൾ നോക്കുക. ശരി, കേരളത്തെ പോലെ ഇസ്ലാമിന്റെ പ്രബോധനം നിർവഹിക്കുവാനും ഇസ്ലാമികമായി ജീവിക്കുവാനും സൗകര്യമുള്ള മറ്റൊരു നാട് എത്രയുണ്ടാകും? കാര്യങ്ങളെല്ലാം നടക്കുന്നു. തൗഹീദിന്റെ പ്രബോധനം നടക്കുന്നു. പള്ളികൾ, പ്രസ്ഥാനങ്ങൾ, സ്ഥാപനങ്ങൾ, മദ്രസകൾ, കോളേജുകൾ, കലാലയങ്ങൾ, സിമ്പോസിയങ്ങൾ, സെമിനാറുകൾ, വാദപ്രതിവാദങ്ങൾക്ക് ആരാ കാവൽ നിൽക്കുന്നത്? മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിനെ പറ്റി പറയാൻ, ശ്രീരാമൻ ദൈവമല്ലെന്ന് പറയാൻ, യേശു ദൈവമല്ലെന്ന് പറയാൻ, അള്ളാഹുവാണ് ദൈവമെന്ന് പറയാനുള്ള പ്രസംഗങ്ങൾക്ക് കാവൽ നിൽക്കുന്നത് ആരാണ്? ശ്രീരാമനെ ആരാധിക്കുന്ന, യേശുവിനെ ആരാധിക്കുന്ന, ബിംബങ്ങളെ പൂജിക്കുന്ന, ജാറങ്ങളെ പൂജിക്കുന്ന പോലീസും പട്ടാളവും ഇതാ നമുക്ക് കാവൽ നിൽക്കുന്നു. ഈ സ്വാതന്ത്ര്യം നിലവിലുള്ള ഈ രാജ്യത്ത് നമ്മുടെ മാർഗം എന്തായിരിക്കണം? അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. തീവ്രവാദം കൊണ്ട് എന്താണ് പരിഹാരം? തീവ്രവാദികൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലുണ്ടായി. ആദ്യം അവർ നിറയൊഴിച്ചത് ശത്രുക്കൾ എന്ന് പറയുന്നവർക്കെതിരെയാണ്. രണ്ടാമത് ആ ശത്രുക്കളെ നിറയൊഴിക്കുവാനുള്ള സന്ദർഭങ്ങളൊക്കെ നഷ്ടപ്പെട്ടപ്പോൾ അവർ സ്വന്തം മുസ്ലിങ്ങൾക്കെതിരെ നിറയൊഴിക്കുന്നിടത്തെത്തി. താലിബാന്റെ വിഷയം, കാശ്മീരിലെ തീവ്രവാദികളുടെ വിഷയം, അഫ്ഗാനിലെ പോരാളികളുടെ വിഷയം, അങ്ങനെ ലോകത്തിന്റെ നാനാഭാഗങ്ങൾ നമ്മൾ കാണുകയാണ്. സ്വന്തം അനുയായികളെ, പറഞ്ഞാൽ അനുസരിക്കാത്ത മുഴുവരെയും, ആ കൽപ്പനക്കെതിരെ പ്രവർത്തിക്കുന്ന എല്ലാവരെയും കൊന്നൊടുക്കുക, നശിപ്പിക്കുക. വാള് കയ്യിലുണ്ടായി, ആയുധങ്ങൾ കയ്യിലുണ്ടായി, സമാധാനം നഷ്ടപ്പെട്ടു. പിന്നെ തിരിച്ചടിയായി, സ്വന്തം തിരിച്ചടി. മാർസിസം രാജ്യമാണ്, അധികാരമാണ്. 12 രാജ്യങ്ങളിൽ എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് തീവ്രവാദം നിലനിന്ന രാജ്യങ്ങളിൽ സംഭവിച്ചത്. സ്വന്തം അനുയായികളെ കൊന്നൊടുക്കുന്ന, സ്വന്തം സമൂഹത്തെ കൊന്നൊടുക്കുന്ന അവസ്ഥ. ഇപ്പോൾ ആ നാടുകളിൽ മുസ്ലിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് സ്വന്തം സംരക്ഷകരായി വന്ന ആളുകളെയാണ്. മഅദനി സാഹിബിന്റെ ആളുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് മഅദനിയുടെ പഴയ കാസറ്റുകളെയാണ്, RSSകാരെയല്ല. അപ്പോൾ നമുക്കിതാണോ മാർഗം? അല്ല. നമ്മുടെ രാജ്യത്ത് ഒരു ഇസ്ലാമിക ഭരണം ഉണ്ടാകണം, സംശയമൊന്നുമില്ല. ലോകത്തെവിടെയും ഇസ്ലാമിക ഭരണമാണ് വേണ്ടത്. യാതൊരു സംശയവുമില്ല. ഇസ്ലാമിക ഭരണത്തെക്കാൾ നല്ലൊരു ഭരണമില്ല. ആ ഇസ്ലാമിക ഭരണം എങ്ങനെ ഉണ്ടാകും? ഇസ്ലാമിക ഭരണം ഉണ്ടാകണമെങ്കിൽ വോട്ട് ചെയ്യുന്നവരുടെ 51% ഇസ്ലാം ആകണം. ഇസ്ലാമിക ഭരണത്തിന്റെ ആദ്യത്തെ ഓർഡർ എന്താ? അല്ലാത്തത് തിംസാലനില്ലാത്ത ഒരൊറ്റ കെട്ടിപ്പൊക്കിയ കബറും തട്ടി നിരപ്പാക്കാതെ വിടരുത്. ചങ്ങാതി, ആരാ കബറ് തട്ടി നിരപ്പാക്കണമെന്ന് പറയുന്നവർ? LDF പറയോ? ജമാഅത്തെ ഇസ്ലാമി പറയോ? തീവ്രവാദ പ്രസ്ഥാനങ്ങൾ ആരെങ്കിലും പറയോ? ഇല്ല. എങ്കിൽ ഇസ്ലാമിക ഭരണത്തിന്റെ വക്താക്കൾ ആരാ? ഇൻഷാ അല്ലാഹ് പ്രയോക്താക്കൾ ആരാ? അത് ഈ പരിപാടി സംഘടിപ്പിക്കുന്ന മുജാഹിദ് പ്രസ്ഥാനമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ത്യയിൽ അധികാരം കിട്ടി ഇവിടെ വന്നാൽ ആദ്യം താജ്മഹലിന് നേരെ, നാഗൂറിന് നേരെ, അജ്മീറിന് നേരെ, ഏർവാടിക്ക് നേരെ, പുത്തമ്പള്ളിക്ക് നേരെ ആണ് മുന്നോട്ടിറങ്ങുക. എങ്കിൽ തടയാൻ ആരുണ്ടാവും കൂടെ?
നമ്മുടെ സംരക്ഷണത്തിന്റെ കൊടപിടിച്ച് നടക്കുന്ന NDF സഹോദരങ്ങളുണ്ടല്ലോ, നബിദിനറാലിക്ക് സംരക്ഷണം, ഷിർക്കിന്റെ പൂജക്ക് നേർച്ചക്ക് സംരക്ഷണം, തൗഹീദിനും സംരക്ഷണം, നബിദിനത്തിനും സംരക്ഷണം, നബിദിന വിരുദ്ധ റാലിക്ക് സംരക്ഷണം. ഇത് ഇസ്ലാം മതമാണോ? ഇപ്പോ ഒരു ബദറുണ്ടാക്കുക, സിമി, രാത്രി ആരും കാണാതെ നോട്ടീസ് ഒട്ടിച്ച് വീട്ടിൽ പോയി കിടന്നിറങ്ങുന്ന സിംഹക്കുട്ടികളായ സിമി, അവർ പറയാണ് ബദറുണ്ടാക്കണം. ശരി, ഇപ്പൊ ഒരു ബദർ നമ്മുടെ നാട്ടിൽ നടക്കുകയാണെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂജഹലും ഒരു ഭാഗത്ത്, മൊഹീദ്ദീൻ ശേഖനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവൻ ഈസാ നബിയെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർക്കെതിരെ യുദ്ധം ചെയ്യുന്നു. ഇതാണോ ഇസ്ലാം? ഇതാണോ തൗഹീദിന്റെ പ്രബോധനം? തൗഹീദിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്. എന്നിട്ട് തൗഹീദ് ബലികഴിച്ചുകൊണ്ടാണ് നമ്മൾ സംരക്ഷണത്തിന്റെ പാതയിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഇത്തരം വിഷയങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി നമ്മുടെ ലക്ഷ്യം സ്വർഗം കിട്ടലാണ്. രണ്ടാമത്തേത് നമ്മുടെ സ്വർഗത്തിലേക്ക് ജനങ്ങളെ ക്ഷണിക്കലാണ്. അതുകൊണ്ട് ആ സമാധാനപരമായ മാർഗം സ്വീകരിക്കുവാൻ എല്ലാ സുഹൃത്തുക്കളോടും ആവശ്യപ്പെടുകയാണ്. നമ്മുടെ രാജ്യത്തെ തീവ്രവാദി സുഹൃത്തുക്കൾ മിക്കവരും നല്ലവരാണ്. നമസ്കാരത്തിലും ആരാധനയിലും അനുഷ്ഠാനത്തിലും ഒക്കെ നല്ല ചിട്ട പാലിക്കുന്നു. സ്ത്രീധനം വാങ്ങുന്ന ആരെയും NDF-ൽ പ്രവേശിപ്പിക്കുകയില്ല. 2-3 ആളുകൾ അടുത്ത കാലത്ത് പുറത്താക്കിയുണ്ടായി, അല്ലേ? സുബഹിക്ക് നിസ്കരിക്കാത്തതിന്റെ പേരിൽ പുറത്താക്കി എന്ന് പറയുന്നു. ശരിയാണ് സുഹൃത്തെ, പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും വിശദ അവതരണങ്ങളിലും വരും ഏറ്റവും വലിയ പാപം ശിർക്കല്ലേ, ഏറ്റവും വലിയ പാപം ബിദ്അത്തല്ലേ, രണ്ടാമത്തെ പാപം. അത് ഇതിന്റെ പുറത്താക്കൂ? ഇല്ല. അപ്പൊ അടിത്തറ എന്ത്? ഇസ്ലാം മതാണോ? അള്ളാഹുവിനോടുള്ള പ്രിയമാണോ? ചിന്തിക്കുക. അപ്പോൾ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ബാക്കി വിഷയങ്ങൾ ചോദ്യോത്തര സെഷനുകളിലും മറ്റു പണ്ഡിതന്മാരുടെയും നേതാക്കളുടെയും വിശദ അവതരണങ്ങളിലും വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. സമാധാനത്തോടെ, ശാന്തിയോടെ, വീണ്ടും വിചാരത്തോടെ, വിവേകത്തോടെ ഈ പ്രശ്നത്തെ സമീപിക്കണമെന്ന് ഓർപ്പിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ.